السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، قال الله تعالى في القرآن المجيد: فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. قال الله تعالى في القرآن المجيد: قال رسول الله صلى الله عليه وسلم: إذا دخلت المسجد فسلم على النبي صلى الله عليه وسلم فإن رسول الله صلى الله عليه وسلم إلى آخر الآية. ഹദീസ്. അൽഹംദുലില്ലാഹ്, വോയിസ് ഓഫ് ഇസ്ലാം എന്ന ഈ കൂട്ടായ്മ അൽഹംദുലില്ലാഹ് റാഹത്തായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലയ്ക്കും ആത്മീയമായ ഇടപെടലിലൂടെ സാന്ത്വന, കാരുണ്യ, പ്രഭാത ദുആ അടക്കമുള്ള എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലാഹുവിനെ സ്വീകരിക്കുമാറാകട്ടെ. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾക്ക് ശേഷം അടുത്തൊരു വിഭാഗത്തെ അല്ലാഹു പ്രതിനിധാനം ചെയ്യും. മുൻകഴിഞ്ഞു പോയ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം, നൂഹ് നബിയുടെ കൗമ്, ഇങ്ങനെ ഓരോ പ്രവാചകന്മാർ, അവസാനത്തെ പ്രവാചകനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഓരോ പ്രവാചകന്മാർക്ക് ശേഷം ഓരോ വിഭാഗത്തെയും അല്ലാഹു തആല ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു. അളാഉസ്സലാത്ത വത്തബഉശ്ശഹവാത്ത്, ആ വിഭാഗങ്ങളിൽ അളാഉസ്സലാത്ത, നിസ്കാരത്തെ ഒഴിവാക്കുന്നു, ഉപേക്ഷിക്കുന്നു. ഐ തറക്കൂഹ ഔ അഖിറൂഹ അൻ വഖ്തിഹ, അതിനെ ഉപേക്ഷിക്കുന്നു. ഔ അഖിറൂഹ അൻ വഖ്തി, അല്ലെങ്കിൽ അതിൻ്റെ സമയത്തിനെ വിട്ട് പിന്തിപ്പിക്കുന്നു. അവസാന സ്ഥലം നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർ നിസ്കാരം ബാങ്ക് വിളിച്ച് ജമാഅത്തായാൽ തുടരാതെ പിന്നെ പിന്തിപ്പിച്ചുകൊണ്ട് മറ്റൊരു പണ്ഡിത സമൂഹം രേഖപ്പെടുത്തുന്നതായി കാണാം. മനഃപൂർവ്വം ഒരാൾ അതിൻ്റെ ആദ്യത്തെ വഖത്തിനെ വിട്ട് പിന്തിപ്പിച്ച അല്ലാഹു തആല അത് ഖളാ ആക്കാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കും. അതുകൊണ്ട് നിസ്കാരം ആദ്യ വഖത്തിൽ തന്നെ നിസ്കരിക്കുക. തഫ്സീറുകൾ രേഖപ്പെടുത്തുന്നതായി കാണാം, ഔ തറക്കൂഹ, ഒന്നുകിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അഖിറൂഹ അൻ വഖ്തിഹ, അതിൻ്റെ സമയവും വിട്ട് പിന്തിപ്പിക്കുക. വളരെ ഗൗരവമുള്ള വിഷയമാണ്. വിശദീകരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. വത്തബഉശ്ശഹവാത്ത്, ശരീര ഇച്ഛകളെ എന്തു ചെയ്യുന്നു? പിൻപറ്റുന്നു. കശുറുബിൽ ഖംർ, മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നു, കള്ളുകുടി പോലെ. വസ്തിഹ്ലാലു നിക്കാഇൽ ഉഖ്തി, സഹോദരിയെ വിവാഹം ചെയ്യുന്നത് പോലെ. ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അവനിലേക്ക് വരുന്നു. എല്ലാ ഹറാമായ പ്രവർത്തനങ്ങളും ശരീര ഇച്ഛകളെ ശൈത്താന്റെ വഴിയെ ചലിപ്പിക്കുന്നു. അങ്ങനെയുള്ള വിഭാഗം ഫസൗഫ യൽഖൗന ഗയ്യാ, അവർ പിന്നീട് കണ്ടുമുട്ടും. ഷർറൻ ഔ ജസാഅൻ, അവൻ ചെയ്ത ഓരോ നന്മകൾക്കും, നന്മകളല്ല, അവൻ ചെയ്ത തിന്മകൾക്ക്, ആ തിന്മകളെ അവൻ കണ്ടുമുട്ടുമെന്ന്. അവൻ അൻ തുരീഖിൽ ജന്ന, സ്വർഗത്തിന്റെ വഴിയിൽ നിന്നും മാറ്റി അവനെ നരകത്തിലേക്ക് അടുപ്പിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ആരൊഴികെ? ഇല്ലാമൻ താബ വ ആമന വ അമില സ്വാലിഹാ, തൗബ ചെയ്യുകയും വീണ്ടും വിശ്വാസം ദൃഢമാക്കുകയും സൽക്കർമ്മങ്ങൾ ഒഴുകിയവനും ഒഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? യൽഖൗന ഗയ്യ, അവൻ ഷർറിനെ, വിപത്തിനെ, അവൻ ചെയ്ത തിന്മകളുടെ പരിണിത ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ഫൗലായിക യദ്ഖുലൂനൽ ജന്ന, അങ്ങനെ തൗബ ചെയ്ത് മടങ്ങി പിന്നെ അമലുകൾ വർദ്ധിപ്പിക്കുകയും അവൻ്റെ വിശ്വാസം ദൃഢമാക്കുകയും ചെയ്താൽ ഫയദ്ഖുലൂനൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വലാ യുദ്ലമൂന ശൈആ, അവൻ ചെയ്ത ഒരു അമലിൽ നിന്നും ഒന്നിനെയും ലാ യുൻഖസൂന മിൻ ജസാഇ അമാലിഹിം, അവൻ ചെയ്ത പ്രതിഫലത്തിൽ നിന്നൊന്നും ചുരുക്കാതെ തന്നെ അവന് നൽകുകയും ചെയ്യും എന്ന് ഖുർആൻ അടിവരയിട്ട് പറയുകയാണ്. ഇതിൻ്റെ തഫ്സീറുകളിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, അനിൽ ഹസൻ ബിൻ അലിയിൻ
അനിൽ ഹസൻ, മഹാനായ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മകൾ ഫാത്തിമ ബീവിയുടെ പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ ദഖൽതുമുൽ മസ്ജിദ, നിങ്ങൾ ആരെങ്കിലും പള്ളിയിലേക്ക് കയറിയാൽ ഫസല്ലിം അലൻ, നബിയുടെ മേൽ സ്വലാത്ത് പറയണം, സലാം പറയണം. അപ്പം പള്ളിയിലേക്ക് കയറുന്ന മര്യാദകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കയറിയ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ റസൂലല്ലാഹ് എന്ന് സലാം പറയൽ വളരെ സുന്നത്താണ്. പ്രത്യേകിച്ച് വീണ്ടും പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, വഫി ഹദീസിൻ, മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാം, മിനസ്സലാത്തി ഫീ യൗമിൽ ജുമാ, ജുമാ ദിവസം പ്രത്യേകം സുന്നത്താണ്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നബിക്ക് സലാം പറയൽ പ്രത്യേക സുന്നത്താണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ പള്ളിയിലേക്ക് കയറിയാൽ സലാം പറയണം. അതുപോലെ എൻ്റെ സ്വയൻ്റെ ഫസല്ലു അലയ്യ ഹൈസു കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് എത്തിക്കപ്പെടും. ഫഇന്ന സ്വലാത്തക്കും തുബല്ലിഉനി, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, സലാമുകൾ എൻ്റെ മേൽ കാണിക്കപ്പെടും, ഞാൻ അതിന് മറുപടി തരുമെന്ന് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. അപ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ പറയപ്പെട്ട രീതിയിൽ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ദുആ കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞാൽ നബി മടക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ സ്വലാത്തിലൂടെ എന്ത് ചെയ്യുക, നബിയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണവുമാണ്. നമ്മുടെ ഗ്രൂപ്പ് തന്നെ വെള്ളിയാഴ്ച സ്വലാത്ത് മജ്‌ലിസിലൂടെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. ഹബീബായ നബി തങ്ങളെ ധാരാളം സ്നേഹിക്കാനും അവിടുത്തെ മഹബ്ബത്ത് കരസ്ഥമാക്കാനും നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. മാലിക്കുൽ മുലൂക്കായ ഗഫൂർ റഹീമായ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് വന്നുപോയ വോയിസ് ഓഫ് ഇസ്ലാം എന്ന ഈ കൂട്ടായ്മയിലുള്ള സയ്യിദന്മാർ, ഉസ്താദുമാർ, മുതിർന്നവർ, അഡ്മിൻ പാനൽ, കമ്മിറ്റി ഭാരവാഹികൾ, മുഷാവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം അല്ലാഹ്. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു നീ മാപ്പാക്കണം റഹ്മാനെ. ഖൈറിന്റെ വാതിലുകൾ തുറക്കണം റഹ്മാനെ. എല്ലാ ദോഷങ്ങളും മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങളെ സ്വാലിഹീകളിലും സജ്ജനങ്ങളിലും ചേർക്കണം അല്ലാഹ്. വന്നുപോയ എല്ലാ പാവങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. പാപമോചനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ റസൂലുള്ളാഹി തങ്ങളെ കണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.